ദിയാമോൾ ഉമ്മയോട് ചേർന്നു എന്നുള്ള വാർത്ത പ്രതീക്ഷിച്ചാണ് മലയാളികൾ എല്ലാവരും ഇരിക്കുന്നത്. അവിടെയാണ് ദിയാമോൾ എത്തി, അല്ലെങ്കിൽ ഇപ്പോൾ ഇതാ നാളെ കൊണ്ടുവരും, അല്ലെങ്കിൽ വരുന്ന ആഴ്ച ദിയാമോളുടെ അടുത്തേക്ക് എത്തി, ദിയാമോൾ എൻ്റെ കൺമുമ്പിലുണ്ട്, ഞാനിപ്പോൾ ഉടനെ ഇങ്ങോട്ട് കൊണ്ടു കാണിക്കാൻ വേണ്ടി പോവുകയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ വരുന്നത്. കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് ഇവരുടെ അറിവോടുകൂടിയാണോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് കൃത്യമായി ഈ ദിയാമോളുടെ ഈ മിസ്സിങ്ങിൻ്റെ ഈ കേസിന് പിന്നാലെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യുക? എന്തെങ്കിലും ആ കുഞ്ഞിനെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പോലീസിലേക്കാണ് വിളിക്കേണ്ടത്. അത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയാണ്. സമാന്തരമായ ഒരു പോലീസ് സർവീസും നമ്മുടെ നാട്ടിൽ എന്തായാലും നിലവിലില്ല. ആരെങ്കിലുമൊക്കെ കുഞ്ഞിനെ കണ്ടെത്തി കുഞ്ഞിനെ ഇപ്പോൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ അഡ്രസ്സ് അറിയാമെന്നുണ്ടെങ്കിൽ, ആ പറയുന്ന വ്യക്തി എവിടെയാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ, അയാളത് പോലീസിൽ അറിയിക്കാൻ വേണ്ടി തയ്യാറാവാതെ ഇങ്ങനെ ഗീർവാണങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ വിളിച്ചു പറയുന്ന ആൾക്ക് എന്തോ ദുരുദ്ദേശമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. നമസ്കാരം. ദിയ ഫാത്തിമയുടെ മിസ്സിംഗ് കേസ് ആറളം പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു. ജുനൈദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ കുഞ്ഞിന്റെ അടുത്തെത്തി, കുഞ്ഞിനെ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞ് കുറെ വീഡിയോ ഇട്ടതിന്റെ പുറത്തായി കുഞ്ഞിന്റെ മാതാപിതാക്കൾ ആരോ പൈസ വാങ്ങിയ കുഞ്ഞിനെ വിറ്റാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ആരോപണങ്ങൾ പോലീസ് ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ